സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഒരു ഗ്രാഫ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു രണ്ട് ഇക്വേഷൻ എഴുതാം. 2y മൈനസ് എക്സ് ഈക്വൽ ടു 3, അതുപോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഗ്രാഫിക്കലി ഇത് സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഓരോ ലൈനിൻ്റെയും ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ 2y മൈനസ് എക്സ് ഈക്വൽ ടു 3 എന്നാണ് ഇക്വേഷൻ. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് വേണമെങ്കിൽ എക്സ് ഈക്വൽ ടു 2y മൈനസ് 3 എന്ന് എഴുതാം. ഓക്കെ, ഇത് ഞാൻ ചെയ്തേക്കുന്നത് എക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 2y മൈനസ് 3 എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഇവിടെ വൈ. അപ്പോൾ എക്സിന് ഞാൻ വൈക്ക് ഞാൻ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താവും? എക്സിൻ്റെ വാല്യൂ -1 എന്ന് വരും. ഓക്കെ, 2 × 0 0 വരും. 0 - 3 -3 അല്ല, -1 അല്ല, -3 എന്ന് വരും. -3 എന്ന് വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ y ഈക്വൽ ടു 3 കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, y ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 2 × 3 6 - 3. ഇപ്പോൾ 6 - 3 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. അപ്പോൾ 3,3 എന്നുള്ളൊരു പോയിൻ്റ് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻ്റ് കിട്ടി. ഓക്കെ, XY -3,0യും ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് -3,0, സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 3,3. ഓക്കെ, ഇനി നമുക്ക് ഇതേ സെയിം മാനറിൽ സെക്കൻഡ് ഇക്വേഷൻ കാണാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സ് ഈക്വൽ ടു 3 മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ y ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 വരും. അതുപോലെ y ഈക്വൽ ടു 1 ആണെങ്കിൽ, ഓക്കെ, y ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സ് ഈക്വൽ ടു 3 - 1, അപ്പോൾ 2 എന്ന് വരും. അപ്പോൾ ഇതിൽ രണ്ട് പോയിൻറ്റ്സ്, ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 3,0യും സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 2,1 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാനായിട്ട് -3,0. അപ്പോൾ -3,0 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പോയിൻ്റ്. അടുത്തത് 3,3. അപ്പോൾ 3,3 എന്ന് പറയുമ്പോൾ ഇതാണ് പോയിൻ്റ് 3,3. ഓക്കെ, ഇനി ഈ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ആ രണ്ട് പോയിൻ്റ് ഓക്കെ ജോയിൻ ആയെന്ന് കരുതിക്കോ. ഓക്കെ, ആ ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് അടുത്ത രണ്ട് പോയിൻ്റ് 3,0. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, പിന്നെ അടുത്തത് 2,1. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ളൊരു പോയിൻ്റാണ്. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കെന്താണ് കിട്ടുന്നത്? ഇങ്ങനൊരു ലൈൻ വരും. ഓക്കെ, ഇങ്ങനൊരു ലൈൻ വന്നു. അപ്പോൾ ശരിക്കും ആ ബ്ലാക്ക് ലൈന് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് അല്പം ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? അല്ലെങ്കിൽ അത് തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് എന്താണ്? ഇവിടെയുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അതായത് അതിനെന്താണ് വാല്യൂ? എന്താണ്? എക്സ് ഈക്വൽ ടു 1ഉം y ഈക്വൽ ടു 2ഉം. ഓക്കെ, എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിലാണ് ഈ ടച്ച് ചെയ്തേക്കുന്നത്. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് 1,2 ആണ്. ഓക്കെ, അപ്പോൾ ആ ടച്ച് ചെയ്ത പോയിൻ്റാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്കത് ജസ്റ്റ് അത് തന്നെയാണോ കറക്റ്റ് എന്ന് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 മൈനസ് എക്സിന് പകരം 1. അപ്പോൾ 2 ഇൻറ്റു 2 4 മൈനസ് 1 ചെയ്യുമ്പോൾ 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ LHS ഈക്വൽ ടു RHS തന്നെയാണ്. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ, എക്സ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് വന്നു. അപ്പോൾ അതും നമുക്ക് LHS ഈക്വൽ ടു RHS എന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 1,2 എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ കിട്ടുന്നത് ഈ ഗ്രാഫിൽ നിന്നാണ്. ഓക്കെ, ആ ഗ്രാഫിൽ രണ്ട് ഇക്വേഷൻസും പ്ലോട്ട് ചെയ്യുക. ആ രണ്ട് ഇക്വേഷൻസും എവിടെയാണോ ടച്ച് ആവുന്നത് ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.